ഹായ് പ്ലസ് ടു മക്കളെ, ഒരു ഹാപ്പി ന്യൂസ് പറഞ്ഞുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വർഷം അതായത് 2025 +1 മാർച്ച് എക്സാം എഴുതിയ ഒരു കുട്ടിയാണോ നിങ്ങളെങ്കിൽ നിങ്ങൾ ആരും തോറ്റിട്ടില്ല. സാർ എനിക്ക് 2 മാർക്കാ, സാർ എനിക്ക് 0 മാർക്കാ, എനിക്ക് 13 മാർക്കേ ഉള്ളൂ. എന്നാലും നിങ്ങൾ എന്തല്ല, നിങ്ങൾ തോറ്റിട്ടില്ല. സാറ് വെറുതെ പറയല്ല, അങ്ങനെയാണ്. നിങ്ങൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് +1 തോൽവി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് എന്ന്. എന്നാൽ ആദ്യമേ പറയാണ്, +1 തോൽവിയില്ല. അത് സാർ ഈ വീഡിയോയിൽ പൂർണ്ണമായി പറഞ്ഞുതരാം. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ +1 ഇംപ്രൂവ്മെന്റ് ബാർസേ എന്ന് പറഞ്ഞൊരു എക്സാം നടക്കാൻ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. വേഗം പോയി ലൈക്ക് അടിച്ചു വെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക, ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾ +1 എക്സാം എഴുതിയ സമയത്ത് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അവർക്ക് മാർക്ക് കുറഞ്ഞ സമയത്ത് അവർ തോറ്റ കുട്ടികളാണ്, +1 തോറ്റ കുട്ടിയാണ്, അപ്പോൾ +2 നന്നായിട്ട് പഠിച്ച് ഇനി മാർക്ക് വാങ്ങണം, അല്ലെങ്കിൽ +1 സേ എക്സാം എഴുതി പാസ്സാവണം എന്നൊക്കെയാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഞാനതിൽ ക്ലാരിറ്റി വരുത്താം. +1 ആക്ച്വലി ഫെയിൽ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങളെ റിസൾട്ടൊക്കെ കിട്ടിയ സമയം നിങ്ങൾ ശ്രദ്ധിച്ചോ അറിയില്ല, നിങ്ങൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ നോക്കിക്കേ, ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് പോലെയുള്ള ലാംഗ്വേജ് സബ്ജക്ട്സിൽ തിയറി മാർക്ക് TE കാണാം 80 ഉണ്ടാവും, CE മാർക്ക് 20 ഉണ്ടാവും. അത് കൂട്ടിയിട്ട് 100-ൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ചിലപ്പോൾ എത്ര ഉണ്ടാവുള്ളൂ, ഒരു 36 മാർക്ക് ആണെങ്കിൽ പോലും അതിൻ്റെ സൈഡിൽ ഒരു ഗ്രേഡ് ഒന്നും നിങ്ങൾ കാണുന്നില്ല. ഫോർ എക്സാമ്പിൾ D ഗ്രേഡ് എന്നോ അല്ലെങ്കിൽ ഫെയിൽ എന്നോ നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നൊക്കെ 10ാം ക്ലാസ്സിലുള്ള പോലെ അവിടെ കാണുന്നില്ല. അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ ആരും കണ്ടില്ല, നിങ്ങൾ ആ മാർക്ക് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്ട്സ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അല്ലെങ്കിൽ CS തിയറി മാർക്ക് 60-ലും CE മാർക്ക് 20-ഉം ടോട്ടൽ 80-ൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 20 കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്നുള്ളൂ, അല്ലാതെ അവിടെയും ഗ്രേഡ് വരുന്നില്ല. അതിനർത്ഥം +1 എന്തില്ല, +1 ഫെയിൽ എന്ന് പറഞ്ഞ പരിപാടിയില്ല, ഗ്രേഡ് എന്ന് പറഞ്ഞ പരിപാടിയും ഇല്ല. അപ്പം നിങ്ങളെ സ്കൂളുകളിലൊക്കെ അല്ലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ +1 എനിക്ക് A+ കിട്ടി, +1 എനിക്ക് 5 A+ ആണ്, ഒരു A ആയിപ്പോയി എന്ന് പറയുന്നതിൽ അർത്ഥം ഇല്ല. +1 ഗ്രേഡിങ് ഇല്ല. എപ്പോഴേ ഉള്ളൂ, അത് +2 മാർക്കും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഗ്രേഡും ഈ ജയം തോൽവി എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നേ ഉള്ളൂ. സോ ബി ഹാപ്പി. +1 നിങ്ങൾ എത്ര മാർക്ക് വാങ്ങിയാലും നിങ്ങൾ ആക്ച്വലി ജയിച്ചിട്ടുമില്ല തോറ്റിട്ടില്ല, അതൊരു മാർക്ക് മാത്രമാണ്. പക്ഷെ അത് +2 മാർക്കിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഒരു ഗ്രേഡും കാര്യങ്ങളൊക്കെ +2 വരും. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം, അതല്ല നമ്മുടെ ഉദ്ദേശം. അപ്പോൾ +1 നിങ്ങൾ ഫെയിലും അല്ല പാസും അല്ല, നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അതായത് 2025 +1 മാർച്ച് എക്സാം എഴുതിയ കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്ന എക്സാമിലെ തിയറി മാർക്കില്ലേ, ഈ തിയറി മാർക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എങ്ങനെ? എഴുതി വാങ്ങുന്ന ആ മാർക്കുകളില്ലേ, അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. CE മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നോ. CE മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അത് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മറിച്ച് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷിൽ 80 മാർക്ക് എഴുതി വാങ്ങുന്നതിൽ 70 മാർക്കാണോ നിങ്ങൾക്ക് എഴുതി വാങ്ങാം. നിങ്ങൾക്ക് ഇനി അത് 10 മാർക്ക് കൂട്ടണ്ടേ, അത് കൂട്ടാൻ നിങ്ങൾക്ക് ഒരു അവസരം ആര് തരും? വിദ്യാഭ്യാസ വകുപ്പ് തരും. ബാക്കി സബ്ജക്ട്സിലും അങ്ങനെ തന്നെ. സോ തിയറി മാർക്കാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ, CE മാർക്കല്ല. പോയിന്റ് നമ്പർ 1. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ വർഷം +1 എക്സാം എഴുതിയ കുട്ടികളാണെങ്കിൽ 2025 മാർച്ച് 2025 എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാമിൻ്റെ പേര് +1 ഇംപ്രൂവ്മെൻ്റ് എന്നാ. സാർ അപ്പോൾ സേ എക്സാം എന്ന് ആർക്കാ പറയാം? അത് അതിൻ്റെ മുൻ വർഷങ്ങളിൽ, അതായത് 2024-ലോ അതിൻ്റെ മുൻ വർഷങ്ങളിലൊക്കെ ഇതേപോലെ +1 എക്സാം എഴുതി മാർക്ക് നഷ്ടപ്പെട്ടവർക്കാണ് ബേസിക്കലി സേ എന്ന് പറയാറ്, അല്ലെങ്കിൽ ഈ ഒരു എക്സാം ആബ്സെൻ്റ് ആയുള്ള കുട്ടികൾക്കാണ് സേ എന്ന് പറയാറ്. സോ റെഗുലറായി കഴിഞ്ഞ +1 എക്സാം എഴുതിയവർക്കെല്ലാം ഇംപ്രൂവ്മെൻ്റ് എക്സാം മാത്രമാണത്, സേ എന്നല്ല അതിൻ്റെ പേര്, നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഓക്കെ, ഒരേ എക്സാമാണ്, പക്ഷേ പേര് ഇംപ്രൂവ്മെൻ്റ് ആയിരിക്കും നിങ്ങളുടെ കേസിൽ. പോയിന്റ് ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ +1 6 സബ്ജക്റ്റും നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻ്റ് എന്നാണ് എക്സാമിൻ്റെ പേര്. നിങ്ങൾക്ക് മാക്സിമം 3 സബ്ജക്റ്റുകളാണ് എഴുതി ഇംപ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും, സാർ എനിക്ക് സേ എക്സാമാ, സേ എന്ന് പറഞ്ഞ പരിപാടിയില്ല. സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിന് മുൻപുള്ള എന്താണ് വേറെ കേസിലാണ്. നിങ്ങൾക്ക് മാക്സിമം അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ 6 സബ്ജക്ട്സ് വരെ എഴുതാം.
അപ്പോൾ പറഞ്ഞ് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കുക. നിലവിൽ +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾക്ക് സേ എന്ന് പറഞ്ഞ പരിപാടി ഇല്ല. അതായത് 6 സബ്ജക്ട്സിനും മാർക്ക് കൂട്ടാമെന്നൊന്നും ആരും ധരിച്ചു വെക്കണ്ട. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾക്ക് 3 സബ്ജക്ട്സിൻ്റെ തിയറി മാർക്കുകൾ ഇമ്പ്രൂവ് ചെയ്യാം. റെഡി. ഇനി അടുത്തത് ഫീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഓരോ സബ്ജക്ട്സിനും 175 രൂപയെ കഴിഞ്ഞ വർഷം ഈടാക്കിയിട്ടുള്ളൂ. ഈ വർഷത്തെ ഫീസ് വന്നിട്ടില്ല. ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. ഇത് പെർ സബ്ജക്റ്റ് ആണ്. നിങ്ങൾ 3 സബ്ജക്റ്റ് ആണെങ്കിൽ ×3 ആയിരിക്കും. എത്രയായിരിക്കും ഒരു സബ്ജക്റ്റിൻ്റെ ഫീസ് അനൗൺസ് ചെയ്യുന്നത്? മേ ബി ഒരു 10 രൂപയോ 20 രൂപയോ ചിലപ്പോൾ ഈ വർഷം കൂട്ടിയേക്കാം. അത്രയേ ഉള്ളൂ. ചെറിയ ഫീസേ വരുന്നുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു ഫീസ് ഒന്നും നോക്കേ വേണ്ട. ഇതൊക്കെ നിങ്ങൾക്ക് ആർക്കും അടയ്ക്കാൻ പറ്റുന്നൊരു ഫീസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത കാര്യമാണെങ്കിൽ അപ്ലിക്കേഷൻ്റെ ഡേറ്റ് ആയോ, ഇതിനു വേണ്ടി എപ്പോഴാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ അനൗൺസ്മെൻറ്റ് വന്നിട്ടില്ല. പക്ഷേ സമയമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നവംബർ 11th ആയിരുന്നു ഡേറ്റ്. നമുക്ക് ആ നവംബറിൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. നവംബറിൽ നിങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത്, അതായത് ബേസിക്കലി സ്കൂളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോയി അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് സമയമാകുമ്പോൾ എഡ്യൂപോർട്ടിൽ എന്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, നമ്മൾ അറിയിക്കും കേട്ടോ. ഇനി ഇതേപോലെ വേറെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ഇനിയും കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഡൗട്ട്സ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. വേഗം പോയി ഫോം ഫില്ല് ചെയ്തോ. നിങ്ങൾക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിലും സേ ആണെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്താൽ മതി. ഞങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. എല്ലാ ഡൗട്ട്സും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ നവംബറിലാണെന്ന് ഓൾമോസ്റ്റ് ക്ലിയർ ആയല്ലോ. റെഡി. ഇനി എക്സാം ഡേറ്റ് ആണ്. എക്സാം ഡേറ്റ് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള, അതായത് +1 എക്സാം ഇല്ലേ, ഈ വർഷത്തെ +1 എക്സാം നിങ്ങളെ ജൂനിയേഴ്സ് ആയിട്ടുള്ള അവരെന്ത് ചെയ്യും, മാർച്ച് 2026 എക്സാം എഴുതും. അല്ലേ, നിങ്ങൾ കഴിഞ്ഞ വർഷം എഴുതിയ പോലെ എക്സാം എഴുതും. ആ എക്സാം തന്നെയാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. അതായത് നിങ്ങൾക്ക് സെപ്പറേറ്റ് എക്സാംസ് ഒന്നുമില്ല. നിങ്ങളെ ജൂനിയേഴ്സ് +1 മാർച്ച് 2026 എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്കും എക്സാം എഴുതാം. അപ്പോൾ ഇത് എപ്പോഴായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ചിൽ തന്നെയാണ്. നിങ്ങളെ +2 എക്സാം ആയിരിക്കും ആദ്യം ഉണ്ടാവുക കേട്ടോ. കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ പ്രകാരം ആദ്യം മാർച്ച് ഫസ്റ്റ് വീക്കിൽ, മാർച്ചിൽ ഫസ്റ്റ് വീക്കിൽ +2 എക്സാം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗ്യാപ്പ് സ്റ്റഡി ലീവ് ഒന്നും ഉണ്ടാവില്ല. ഒരു 2 to 3 days ഒക്കെ മേ ബി ലീവ് ഉണ്ടാവും. അത് കഴിഞ്ഞ് മാർച്ച് 2nd week or 3rd week, 2nd or 3rd week നിങ്ങൾക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യും, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യും. അഥവാ +1 എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ മാർച്ച് ഒരു 3rd വീക്കിലൊക്കെ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ഡേറ്റ് വരും. ഇനി ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് നിങ്ങളെ ചോയ്സാണ്. തിയറി എക്സാമിൽ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെട്ട ഏത് 3 സബ്ജക്ട്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇമ്പ്രൂവ് ചെയ്യാം. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഫിസിക്സ് ചെയ്യുന്നതിന് മാത്സ് ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം. കെമിസ്ട്രി ചെയ്യാണ്ടിരിക്കാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ യു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം, 2 സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാം, 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം. 4 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. ഇനി ആൾക്കാർ ചോദിക്കാൻ വീണ്ടും ചാൻസ് ഉള്ള കാര്യമാണ്, സാർ എനിക്ക് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റും 2 സബ്ജക്റ്റ് സേയും ഇല്ല. നിങ്ങൾക്ക് 3 സബ്ജക്ട്സേ കഴിഞ്ഞ വർഷം +1 എക്സാം എഴുതിയവർക്ക് പോസിബിൾ ആയുള്ളൂ. അതിന് സേ എന്നല്ല പറയുക, അതിന് ഇമ്പ്രൂവ്മെൻറ്റ് എന്നാണ് പറയുക കേട്ടോ. ഓക്കെ. സേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുൻ വർഷങ്ങളിൽ എഴുതിയിട്ടും സ്റ്റിൽ പാസ്സാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് സേ എന്ന് പറയപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് 3 എണ്ണമേ ഓപ്ഷൻ ഉള്ളൂ. സോ അത് ഏതെന്നുള്ള വലിയ പ്രശ്നമുള്ളത് അത് ഞങ്ങൾ പറഞ്ഞു തരാം, ഡോണ്ട് വറി. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്, ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുറേ സബ്ജക്ട്സിൽ മാർക്ക് നഷ്ടപ്പെട്ടുണ്ടാവും, 6 സബ്ജക്ട്സിൽ മാർക്ക് നഷ്ടപ്പെട്ടുണ്ടാവും. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ ഉള്ള 3 സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഇമ്പ്രൂവ്മെൻറ്റ് അപ്ലൈ ചെയ്യാൻ. ആ 3 സബ്ജക്റ്റ് ഏതൊക്കെയെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ അത് താഴെ കാണുന്ന ഫോം നിങ്ങൾ നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. ആ ഫോമിൻ്റെ ലിങ്ക് ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് ഇമ്പ്രൂവ് ചെയ്യുന്ന സബ്ജക്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ചെയ്യാൻ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ ചെയ്യും. വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ, മറക്കണ്ട. ഇതിൻ്റെ എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരും. ഷുഡ് ഐ അപ്ലൈ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാർക്ക് നഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ ഇമ്പ്രൂവിന് അപ്ലൈ ചെയ്തോളൂ. ബാക്കി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തരാം. വേഗം ഫോം ഫില്ല് ചെയ്തോളൂ. നമുക്കൊരു ഇതിനായിട്ടൊരു കമ്മ്യൂണിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് കിഡിയനായിട്ട് അതിൽ സപ്പോർട്ട് തരാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സോ സി യു.